ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. സുഖമാണോ? സുഖമാണോ എന്തോ ഒരു കമൻറ്റും ഇല്ല, റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കാഴ്ചശക്തി 100 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ, അതായത് ഏത് ഇരുട്ടിലും ഇനി വെട്ടമില്ലാതെ നിങ്ങൾക്ക് കണ്ണ് കാണാനാകും. ആ രീതിക്ക് നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിക്കുവാൻ ഒരു ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് കിട്ടുമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാഴ്ചശക്തി 100 മടങ്ങ് വർദ്ധിക്കുവാൻ ഏത് ഇരുട്ടിലും നമുക്ക് കണ്ണ് കാണാനാകും. ആ രീതിക്ക് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ ഉള്ളൊരു മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യമുണ്ട്. 85% കാരണക്കാരൻ നമ്മളാണ്. നമ്മുടെ തെറ്റായ ദിനചര്യകൾ, പ്രവൃത്തികൾ, ഇതുമൂലമാണ് നമുക്ക് കാഴ്ചശക്തി കുറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അമിതമായിട്ട് മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, ടെലിവിഷൻ ഇതൊക്കെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി 1 ഗ്ലാസ് ശുദ്ധജലം എടുക്കുക. നല്ല വൃത്തിയുള്ള ജലം, വെള്ളം എടുക്കുക, പച്ചവെള്ളം കേട്ടോ. അതെടുത്തിട്ട് നിങ്ങളുടെ കണ്ണിൽ ഇറ്റിക്കുക, അതായത് ഒഴിക്കുക. മനസ്സിലായല്ലേ? കൈ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായത്? അതായത് നിങ്ങളുടെ കണ്ണിന്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മനസ്സിലല്ലോ? അത് നിങ്ങൾ ഡെയിലി ചെയ്യണം. ഡെയിലി 1 ഗ്ലാസ് വെള്ളമെങ്കിലും വെച്ച് നിങ്ങൾ അതേപോലെ ചെയ്യുക. അത് നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കും. ഓവർ ഹീറ്റ് ഉണ്ടായിട്ട് കണ്ണിലുള്ള ചെറിയ ചെറിയ ലോലമായിട്ടുള്ള, നമ്മുടെ മുടിയേക്കാളും ലോലമായിട്ടുള്ള ഞരമ്പുകളാണ് കണ്ണിലുള്ളത്, അതിനെ സംരക്ഷിക്കും. അത് നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ഈ ഒരു വെള്ളപ്രയോഗം, പ്രയോഗം വെള്ളത്തിന്റെ പ്രയോഗം അങ്ങ് നടത്തുക. ഡെയിലി നടത്തിക്കോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, നല്ലതുപോലെ കിടന്നുറങ്ങുക. നല്ല ഉറക്കം നിങ്ങൾക്ക് വേണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. കാരണം ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ കിടന്ന് ഉറങ്ങുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിനകത്ത് എപ്പോഴും ഒരു നനവ് വേണം. കണ്ണിന്റെ ഉള്ളില് നനവ് വേണം. കണ്ണ് ഡ്രൈ ആകാൻ പാടില്ല. കണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ കണ്ണ് ചൊറിച്ചിലുണ്ടാവും, കണ്ണ് ചുമക്കും, കണ്ണിനെ തുറന്നടയ്ക്കുമ്പോഴത്തേക്ക് ഒരുതരം ഇറിറ്റേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് നീര് ഒഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലേ? കണ്ണ് പുകച്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ കണ്ണിനെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ജലാംശം വേണം. അതായത് നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. കുളിക്കാനല്ല, കുടിക്കാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം സേവിക്കുക, കുടിക്കുക. അങ്ങനെ കണ്ണിനെ നമ്മൾ ആ ഒരു ഡ്രൈ, അതായത് കണ്ണ് വരണ്ടു പോകുന്നതിൽ നിന്നും നമ്മളതിനെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഭക്ഷണം. നമ്മുടെ ഭക്ഷണത്തെ, അതായത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ശാസ്ത്രീയമായിട്ട് മുൻപ് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മുട്ട, കോഴിമുട്ട ഡെയിലി ഒരു മുട്ടയും കഴിക്കും.
ഡെയിലി ഒരു കോഴിമുട്ട കഴിക്കുക, അതേപോലെ തന്നെ പാല് കുടിക്കുക, അതേപോലെ തന്നെ നേന്ത്രക്ക ഒന്ന് കഴിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ, അതായത് ചോറ് കഴിക്കുന്ന സമയത്ത് ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ചീര ഐറ്റംസ് നിങ്ങൾ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഭക്ഷണമാണ് മീൻ. മീൻ നിങ്ങൾ ധാരാളം കഴിക്കുക. ഫിഷ് നിങ്ങൾ ധാരാളം കഴിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫിഷ് ഡെയിലി ഉൾപ്പെടുത്തുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ കഴിക്കേണ്ട ഒരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ട് വേണമെന്നില്ല, ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് നിങ്ങൾ ഡെയിലി ഒന്നെങ്കിലും കഴിക്കുക. അതേപോലെ തന്നെ നാരങ്ങ വെള്ളം ഇടയ്ക്ക് കുടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ആഹാര സാധനങ്ങളുടെ ഒക്കെ ശാസ്ത്രീയമായിട്ട് ഞാൻ വേറെ രണ്ടുമൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടാണ്. ഞാൻ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ അടങ്ങിയിട്ടില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ വിശദീകരിച്ച് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ഞാൻ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഓറഞ്ച്, അതുപോലെ തന്നെ നാരങ്ങ, ഈ മത്സ്യത്തിൽ, അതുപോലെ തന്നെ പച്ചക്കറിയിൽ, അതേപോലെ തന്നെ ഇലക്കറിയിൽ, അതേപോലെ തന്നെ മുട്ടയിൽ, ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പോയി നോക്കുക കേട്ടോ, അറിയാത്തവര് പോയി നോക്കട്ടോ. അപ്പോൾ ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ച് നിങ്ങൾ കഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡെയിലി കുളിക്കുക. തണുത്ത വെള്ളം, അതായത് പച്ചവെള്ളത്തിൽ നിങ്ങൾ ഡെയിലി ഒരു നേരം കുളിക്കുക. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഒരു മരുന്ന് തേക്കണം, ഒരു ചെറിയൊരു മരുന്ന്. ഓക്കെ, 2 മരുന്നുകളാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2 നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റും. ഓക്കെ, 100% റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ 2 ഔഷധങ്ങളും നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു എണ്ണ തേച്ച് കുളിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണ് തേച്ച് കുളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ എണ്ണ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട എണ്ണയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 100 ml വെളിച്ചെണ്ണ വാങ്ങുക, ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങുക. ഒരു 100 ml ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെയായി കിട്ടുന്നത്? പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ കടയിൽ അങ്ങനെ പോയി മേടിക്കല്ലേ, അതിലൊക്കെ അമ്മമാര് എന്തെങ്കിലുമൊക്കെ അഴുക്ക എണ്ണകളൊക്കെ ചേർത്ത്, ഫ്രൂഡ് ഓയിലൊക്കെ ചേർത്തായിരിക്കും വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഉള്ള കാഴ്ചശക്തിയോടെ പോകും. അതുകൊണ്ട് നിങ്ങൾ പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ, അല്പമെങ്കിലും നല്ല വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഈ വെളിച്ചെണ്ണ ആട്ടുന്നില്ലേ, അതായത് തേങ്ങ കൊപ്രയൊക്കെ ആട്ടുന്ന അവിടെ പോയാൽ മതി. അത്യാവശ്യം മാന്യമായിട്ടുള്ള ഈ എണ്ണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 100 ml വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു 25 ഗ്രാം കരിഞ്ജീരകം മേടിക്കുക, ചതക്കുക, ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകം വാങ്ങുക, ചതക്കുക, ഇടിച്ച് ചതക്കുക, ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഒരു 7 ദിവസം മാറ്റി വയ്ക്കുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് ആ എണ്ണ ഉപയോഗിക്കേണ്ടത്. അതായത് 7 ദിവസം കൊണ്ട് ആ എണ്ണ ഔഷധമായിട്ട് മാറും. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുക്കുക, ഉച്ചിയിൽ വെച്ച് തേക്കുക. ഉച്ചി എവിടെ നിന്ന് അറിയാമല്ലോ, ഇതാണ് ഉച്ചി. ഇനി ഉച്ചി അത് കാണിച്ചത്. ഇവിടുന്ന് ഈ നെയ്തുകൾ വെക്കുക, ഇവിടെ വെക്കുക. കണ്ടോ, ഈ ഭാഗത്താണ് ഉച്ചി വരുന്നത്. കണ്ടോ ഇവിടെ. ഓക്കെ, അങ്ങനെ ഉച്ചിയിൽ വെച്ച് നച്ചെണ്ണ തേക്കുക. തമിഴിൽ പറയും നച്ചൻ തേച്ച് വിട്ടേ. ഉച്ചിയിലെ വെച്ച് നച്ചെണ്ണ ഉരുട്ട് തേച്ച് വിട്ടേ എന്നൊക്കെ തമിഴ്നാട്ടിലെ ആൾക്കാർ പറയും. അങ്ങനെ തമിഴ്നാട്ടിലെ ആൾക്കാർ പറയും. ഓക്കെ, അപ്പോഴങ്ങനെ ഉച്ചിയിൽ എണ്ണ ഒഴിച്ച് നച്ചെണ്ണ തേച്ച് വിടണം. എങ്ങനെ തേച്ച് വിടണം? നച്ചെണ്ണ. ഓക്കെ, അപ്പോഴങ്ങനെ നല്ല ഇറുക്കി അമർത്തി തേച്ച് കൊടുക്കുക. അങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. ഇത് 1ാമത്തെ മരുന്ന്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം മുടങ്ങാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി 2ാമത്തെ ഔഷധം എന്ന് പറഞ്ഞത് അത് വേറൊന്നുമല്ല. ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങേണ്ടത് ഒരു 50 ഗ്രാം പെരുംജീരകം. ചെറിയ ജീരകമല്ല, വലിയ ജീരകം. എന്തൊരു ജീരകം? പെരും ജീരകം, അതായത് വലിയ ജീരകം ഒരു 50 ഗ്രാം വാങ്ങുക. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നിങ്ങൾ വാങ്ങേണ്ടത്
ഒരു 50 ഗ്രാം ബദാം വാങ്ങുക. ഒരു 50 ഗ്രാം ബദാം വാങ്ങുക. അതിനുശേഷം നിങ്ങൾ വാങ്ങേണ്ടത് കുറച്ച് കൽക്കണ്ട് വാങ്ങുക. കുറച്ച് കൽക്കണ്ട് വാങ്ങുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രണ്ടും, അതായത് ഈ പെരുംജീരകവും അതേപോലെ തന്നെ ഈ ബദാമും നല്ലതുപോലെ മാക്സിമം നിങ്ങൾക്ക് നല്ലതുപോലെ പൗഡർ ആക്കാൻ പറ്റുമോ ആ രീതിക്ക് ഇതിനെ പൊടിച്ചെടുക്കുക. മനസ്സിലായല്ലോ? നല്ല രീതിക്ക് പൊടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1 ഗ്ലാസ് പാല് തിളപ്പിക്കുക. പശുവിൻ പാൽ കേട്ടോ. 1 ഗ്ലാസ് പാൽ തിളപ്പിക്കുക. അഥവാ നിങ്ങൾ ഇനി പാല് കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ തിളപ്പിച്ച വെള്ളം എടുക്കുക കേട്ടോ. തിളപ്പിച്ച വെള്ളം എടുക്കുക. ഓക്കെ, അങ്ങനെ 1 ഗ്ലാസ് പാലെടുക്കുക. ആ പാലില് ഇതിൽ നിന്ന് 1 സ്പൂണ് ഇടുക, കലക്കുക. പ്രത്യേകം ഓർത്ത് വെച്ചോ, 1 ഗ്ലാസ് പാലെടുക്കുക. ആ പാലിലേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഔഷധത്തിൽ നിന്ന് 1 സ്പൂൺ ഇടുക, കലക്കുക. നല്ലതുപോലെ കലക്കുക. നല്ല ഇളക്കി താങ്ങി കലക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ താങ്ങി ഇളക്കി കലക്കാൻ അറിയാമെന്ന് അറിയാവുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്കെ, അങ്ങനെ അത് കലക്കിയതിനു ശേഷം നമ്മൾ ഈ മേടിച്ചു വെച്ചിരിക്കുന്ന ആ കൽക്കണ്ടം, പനം കൽക്കണ്ടം എന്ന് ചോദിച്ചു വാങ്ങുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാര കൽക്കണ്ടമല്ല, പനം കൽക്കണ്ടമെന്ന് ചോദിച്ച് വേണം നിങ്ങൾ വാങ്ങാൻ. അതെല്ലാം മാർജിൻ ഫ്രീ കിട്ടാത്ത സാധനമല്ല കേട്ടോ. ഇത് ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്തുമാത്രം മധുരം വേണോ നിങ്ങളുടെ ചോയ്സാണ്. അതനുസരിച്ച് കുറച്ച് ഒരു 1/2 സ്പൂൺ കൽക്കണ്ട് ചേർക്കുക, കലക്കുക. വീണ്ടും നല്ലതുപോലെ ഇളക്കി അടിതാങ്ങി കലക്കുക. നല്ലതുപോലെ അത് ഇളകിയ ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഇത് കുടിക്കുക. ഇത് തന്നെ മരുന്ന്. നിങ്ങളുടെ കാഴ്ചശക്തി 100 മടങ്ങ് വർദ്ധിക്കും. കണ്ണിലുള്ള ഞരമ്പുകളൊക്കെ അങ്ങ് നൂടുന്നു വരും. എങ്ങനെ വരും? നൂടുന്നു. ചുരുങ്ങിയിരിക്കുന്ന ഞരമ്പൊക്കെ നൂടുന്നു വരും. ആ രീതിക്ക് പ്രവർത്തിക്കുന്ന കിണ്ണം കാച്ചിയ മരുന്നാണ്. ഇതൊക്കെ ആരും പറഞ്ഞു തരത്തില്ല. ഇതൊക്കെ സീക്രട്ടാണ്. നിങ്ങളാണെങ്കിൽ മരുന്ന് മാത്രം കാണും. ചില ആൾക്കാർ ചെയ്ത് നോക്കുന്നുണ്ട്, ചിലർ ചെയ്യുന്നില്ല. ചുമ്മാ വന്ന് കണ്ടിട്ട് പോകും. നിങ്ങളത് ബുക്ക് എഴുതിയേക്ക് വെക്കുക കേട്ടോ. വരും തലമുറയ്ക്ക് യൂസ് ആക്കാം ഈ മരുന്നൊക്കെ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ കണ്ട് പോകാതെ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും വീഡിയോ കാണുന്നുമില്ല, ഷെയർ ചെയ്യണമില്ല. കിണ്ണം കാച്ചിയ കിടന്ന മരുന്നൊക്കെയാണ് ഞാനിവിടെ വീഡിയോ ചെയ്യണത്. ആർക്കും വേണ്ട. നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞോട്ടെ. അസൂയം കുശിമൊന്നും വേണ്ട. ചില വ്യക്തികളുണ്ട്, കാഴ്ചശക്തി കാണത്തില്ല, ഈ വീഡിയോ കാണും, മരുന്ന് കഴിക്കും, വ്യത്യാസം വരും. എൻ്റെ കാഴ്ച സെറ്റായി, ഞാനാണ് ഈ വീഡിയോ കണ്ടത്. എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കണ്ട വീഡിയോ. അപ്പുറത്തെ വീട്ടിലെ എൻ്റെ കൂട്ടുകാർക്ക് ഇതേ പ്രശ്നമുണ്ട്. അവളുടെ കാഴ്ചശക്തി ഇനിയും മങ്ങണം. മങ്ങി അവർക്കിനി ഒന്നും കാണാൻ പറ്റാത്ത കൂടിയിട്ടാവണം. അതെനിക്ക് കാണണം, കണ്ട് രസിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളാരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കല്. നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.